എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ആര്യനെ കാണാനായിട്ട് വിശ്വം വരുവാണ്. പിന്നീടാണ് വിശ്വം ആ കാര്യങ്ങളൊക്കെ പറയണേ. കാരണം ഇത്രയും കാലം ആര്യനൊക്കെ താമസിച്ചിരുന്ന വീട് വിശ്വത്തിന്റെ ഇളയച്ചൻ വാടകയ്ക്കായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ വാടകയും കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷേങ്കില് വന്നിട്ട് വിശ്വം പറഞ്ഞു ഇളയച്ചന് വാടക കൊടുക്കണമെന്ന് പറഞ്ഞ. അത് മാത്രമല്ല കുറച്ച് തുക അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയും ചെയ്യണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആരിനൊരു ഞെട്ടലുണ്ടായി. മിത്ര പറഞ്ഞു അല്ല എത്ര രൂപ കൊടുക്കേണ്ടതായിട്ട് വരുമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സെക്യൂരിറ്റി പൈസയായിട്ട് ഒരു 25,000 രൂപ കൊടുക്കണമെന്ന് പറയാം. അത് കൂടാതെ എല്ലാ മാസവും ഒരു 6,000 രൂപ വാടകയെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ആരിനും മിത്രം പരസ്പരം നോക്കുക. എന്ത് ചെയ്യണം നിറത്തിൽ ആരിന്. എടാ വിശ്വാദി ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25,000 രൂപ സെക്യൂരിറ്റി കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അത് പിന്നെ ഞാൻ ഇളയച്ചനോടൊന്ന് പറഞ്ഞു നോക്കി എന്തേലും ഇച്ചിരി കുറയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ. കാരണം നിന്റെ അവസ്ഥ എനിക്ക് അറിയാൻ പാടില്ലേ. പക്ഷെ ഇത്രയും പൈസ സെക്യൂരിറ്റി എന്തേലും സെക്യൂരിറ്റിയിൽ ഇച്ചിരി കുറച്ചാലും വാടകയിലൊന്നും കുറയ്ക്കാൻ പറ്റില്ലെന്നാണ് ഇളയച്ചൻ പറഞ്ഞതെന്ന് പറയാം. എടാ നിന്റെ കയ്യിൽ ഇനി ഇത്രയും പൈസയൊക്കെ എടുക്കാനുണ്ടാവുമെന്ന് ചോദിക്കുക. എനിക്കറിയില്ലടാ. അറിയാലോ നിനക്ക് എന്റെ അവസ്ഥ അറിയാലോ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ആകെ പടയി ഉടുതുണിയായിട്ട് ഇറങ്ങിയത്, അല്ലാതെ വേറൊന്നും ഞാൻ കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ ഇവളുടെ കയ്യിലും അറിയാലോ ഞങ്ങളുടെ അവസ്ഥ അറിയാലോ എന്ന് പറയാം. എനിക്കറിയാടാ നീ ഈ ജോലി കൊണ്ട് തന്നെ എല്ലാം ഓടിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. പക്ഷേങ്കില് പറയാതിരിക്കാൻ പറ്റില്ലാത്തോണ്ടാ ഞാൻ ഒന്ന് പറഞ്ഞെന്ന് പറയാം. ഇത് കേട്ടോ ആര്യം പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്തേലും വഴിയുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറയാണ്. വിശ്വം പറഞ്ഞു പറയുന്നുണ്ടെന്ന് തോന്നരുത് കേട്ടോ. കാരണം എനിക്കറിയാം നിന്റെ മാനസികാവസ്ഥ എനിക്ക് ചിന്തിക്കാൻ പറ്റും. നിന്റെ ബുദ്ധിമുട്ടും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ എനിക്ക് വേറെ നിവൃത്തി ഇല്ലാത്തോണ്ടാ. കാരണം വിശ്വം തന്നെ നിരപരാധിത്വം വെളിപ്പെടുത്താനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം വിശ്വത്തിന് അറിയാം ആന്നെ എത്രമാത്രം വിഷമിക്കുന്നുണ്ട്. ഒന്നുമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നാ. ഇപ്പൊ തന്നെയാണെങ്കിൽ ഈ ചെറിയ ജോലി കൊണ്ടാണ് മിത്ര ആരിനും മുന്നോട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനിടയ്ക്ക് മിച്ചം വെക്കാൻ പോലും ഒന്നും ഇല്ലെന്നറിയാം. അപ്പൊ ആ സ്ഥിതിയിലാണ് ഇപ്പൊ വാടകയും കാര്യങ്ങളും ഒക്കെ. പിന്നീട് ആര്യം പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടാടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിശ്വനെ പറഞ്ഞു വിടുന്നത്. വിശ്വം പോയി കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പറഞ്ഞു അല്ല ഇനിയിപ്പൊ എന്ത് ചെയ്യാ ആര്യാന്ന് ചോദിക്കുകയാണ്. എന്തേലും ഒരു വഴി കണ്ടെത്തണം എന്നറിയാം. പെട്ടെന്ന് തന്നെ മിത്ര പറഞ്ഞു ഒരു കാര്യം ചെയ്യാം. എന്റെ കയ്യെ കിടക്കുന്ന ഈ വള കൊണ്ടേ പണയം വെക്കാം. അല്ലെങ്കിൽ ഈ മാല കൊണ്ടേ പണയം വെച്ചാലും നിൽക്കുക. വേണ്ട വേണ്ട അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയാം. അത് കുഴപ്പമില്ല ആര്യ. പിന്നെ എപ്പോഴെങ്കിലും പണം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എടുക്കാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആര്യം പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല. നിന്റെ കഴുത്തെ കിടക്കുന്ന ആ മാല ഊരാൻ പറ്റില്ല. അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയാം. മിത്രയ്ക്കാണ് വല്ലാത്ത സങ്കടമായിരുന്നു. ആ മിഥുന സ്വർണം മൊത്തം അടിച്ചു മാറ്റിക്കൊണ്ട് പോയതുകൊണ്ടാ. അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അവൻ എപ്പോഴും അവനെ ഒരിക്കലും എന്റെ കൈ കിട്ടും. അവനെ ഞാൻ ശരിയാക്കും എന്നൊക്കെ മിത്ര പറയണം. മിത്രയ്ക്ക് നമ്മൾ സങ്കടം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. താൻ കാരണമാണല്ലോ ആരിന് ഇത്രമാത്രം പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടായത്. ആ സമയം ആരിന്റെ മനസ്സിൽ കൂടെ ആണെങ്കിൽ മിഥുന്റെ മുഖം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അവൻ കാരണം ഈ പ്രശ്നങ്ങൾ. അവൻ ഒരുപക്ഷെ അന്ന് അങ്ങനെയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷെ ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. അവൻ ഇതിലൂടെ മുങ്ങി നടക്കുന്നുണ്ട്. എന്തെങ്കിലും തന്റെ കണ്ണി വന്ന് പെടും. അങ്ങനെ ഒരു ചിന്ത ആരിന്റെ മനസ്സിലും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ രാത്രി കിടന്നിട്ടാണെങ്കിൽ ഉറക്കം പോലും വരുന്നുണ്ടായിരുന്നില്ല ആരിന്. എങ്ങനെ പണം ഉണ്ടാക്കും എന്നതിനെ കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. അതേപോലെ തന്നെ മിത്ര. കാരണം തനിക്ക് ആരിനെ സഹായിക്കാൻ പറ്റുന്നില്ല. താൻ കാരണമാണ് ആരിനിപ്പോ ഈ വലിയൊരു കുഴി വന്ന് വീണിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് ആരിനെ രക്ഷിക്കണമെങ്കിൽ തനിക്ക് വേറൊരു മാർഗവും ഇല്ല. എന്ത് ചെയ്യണം. ഒരു നിവൃത്തിയില്ലെങ്കിൽ നാളെ പണയം വെച്ചിട്ടാണെങ്കിലും പൈസ കൊടുക്കണം. ഇനിയിപ്പോ പെട്ടെന്നൊരു വീട്ടിലേക്ക് മാറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമില്ല. അതൊക്കെ ഓർത്തിട്ട് മിത്രയ്ക്ക് നല്ല ടെൻഷനായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു. പിറ്റേ ദിവസം നേരം വെളുക്കാൻ കാത്തിരിക്കുമായിരുന്നു ബാലൻ. കാരണം ക്ഷേത്രത്തിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഉദയഭാനു സാറ്. അപ്പൊ അവർ ക്ഷേത്രത്തിലേക്ക് വരുമെന്നും പറഞ്ഞു. അപ്പൊ രാവിലെ തന്നെ ബാലൻ പറഞ്ഞു അതെ രാവിലെ ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പറഞ്ഞു അതിനെന്താ ബാലേട്ട ഞാനും കൂടെ വരാം. നമുക്ക് രണ്ടോ കൂടെ പോയാലോ എന്ന് ചോദിക്കുകയാണ്. പിന്നീട് ബാലൻ പറഞ്ഞു അല്ല വേണ്ട ഞാൻ തന്നെ പോവാം എന്ന് പറയണം. അതെന്താ ഞാനോട് വന്നാൽ കുഴപ്പമുണ്ടോന്ന് ചോദിക്കും. കുഴപ്പമില്ല ഉദയഭാനു സാറ് എന്നോട് ചെല്ലാൻ പറഞ്ഞെന്ന് പറയാം. എന്ത് കാര്യം സംസാരിക്കണുള്ളതെന്ന് അറിയത്തില്ലോ. ഞാൻ ചെന്നിട്ട് വരാന്ന് പറയണം. എന്നാ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാം. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്ത ഉടനെ രാവിലെ ബാലൻ ക്ഷേത്രത്തിലേക്ക് പോവാണ്. അങ്ങനെ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനു സാർ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബാലനെ കണ്ടപ്പോൾ ചോദിച്ചു അല്ല ബാല ബാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തേക്ക് കയറി പോകണം. പിന്നീട് ബാലൻ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരുവാണ്. അതുപോലെ തന്നെ ഉദയഭാനു സാറും പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നു. പിന്നീട് ബാലനോട് പറഞ്ഞു അതെ ഞാൻ എൻ്റെ എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് നല്ല വിശ്വാസമുള്ളൊരു ക്ഷേത്രമാണ്. എൻ്റെ പ്രാർത്ഥനകളെല്ലാം ഭഗവാൻ കേൾക്കാറുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പം ബാലൻ പറഞ്ഞു ഞാനങ്ങനെ അധികം ക്ഷേത്രത്തിലേക്കൊന്നും വരാറില്ല. പക്ഷെ എൻ്റെ ഭാര്യ ഗോമതിക്ക് ഭയങ്കര വിശ്വാസമാണ്. അവള് ഇപ്പോഴും തന്നെ ഇങ്ങോട്ട് ക്ഷേത്രത്തിലേക്ക് വരുന്നതെന്ന് പറയണം. അല്ല എന്താ സാറ് കാണണമെന്ന് പറഞ്ഞാൽ എന്തോ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെന്താന്ന്
ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനു സാർ പറഞ്ഞു, ഇനിയിപ്പം വളച്ചു കെട്ടില്ലാതെ ഞാൻ കാര്യത്തിലേക്ക് അങ്ങോട്ട് കടന്നേക്കാം. കാരണം എൻ്റെ മകള് ശ്രീവിദ്യനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അവൾക്ക് ഇതുവരെയായിട്ടും കല്യാണമൊന്നും നടന്നിട്ടില്ല. കുറെ ആലോചനകളൊന്നും പറഞ്ഞു വന്നു, പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റായില്ല. ഞാന് ബാലന്റെ മോൻ ആനന്ദിനെ കുറിച്ച് അന്വേഷിച്ചായിരുന്നു. എന്താണെങ്കിലും ആനന്ദുമായിട്ട് എൻ്റെ മോളുടെ ആനന്ദിന്റെയും കൂടെ കല്യാണാലോചന അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയാലോന്ന് എനിക്കൊരു മനസ്സിലൊരു പ്ലാനൊക്കെ ഉണ്ട്. ബാലന്റെ അഭിപ്രായം എങ്ങനെയാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ബാലന് ഇതിൽ പരം ഒരു സന്തോഷം വേറെയില്ല. ബാലൻ പറഞ്ഞു, അത് പിന്നെ സാർ ഞാൻ എന്താ ബാല എന്തായാലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാം. അല്ല, ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. കാരണം ബാലന്റെ മോൻ ആനന്ദനെ ഇഷ്ടപ്പെട്ടു. എനിക്കും എൻ്റെ ഭാര്യ സ്വീകരിക്കും. ഇനിയിപ്പം ബാലന്റെ അഭിപ്രായം കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇനിയിപ്പം ബാലന്റെ മോന് ഞങ്ങളുടെ മോളെ ഇഷ്ടപ്പെടുമോ എന്നറിയത്തില്ല. പിന്നെ ഞങ്ങൾ അതും കൂടെ അറിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ മോളോട് കാര്യങ്ങളൊക്കെ പറയാമെന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുമെന്ന് പറയണം. ഇത് കേട്ടതും ബാലൻ പറഞ്ഞു, ദേ സാറേ, ഇങ്ങനൊരു കാര്യം വരുന്നത് തന്നെ ദൈവഭാഗ്യമാണെന്നാണ് ഞാൻ പറയത്തുള്ളൂ. കാരണം കുറെ കാലമായി ഞങ്ങൾ അവന് കല്യാണം ആലോചിക്കുന്നത്. അവനൊന്നും അങ്ങോട്ട് വരുന്നില്ല. ഉള്ളത് പറയാലോ, സത്യം പറയാലോ, അതിന്റെ പേരിൽ ഞാൻ ഒത്തിരി അധികം വിഷമിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെയാണെങ്കിലും ഞാൻ ഈ ചെരുപ്പിടാൻ നടക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? എൻ്റെ മോന്റെ കല്യാണം നടക്കാത്തോണ്ടാ. ഒരു 50 ദിവസം ചെരുപ്പിടാൻ നടന്ന് അവന്റെ ആ 50 ദിവസത്തിനുള്ളിൽ തന്നെ അവന്റെ കല്യാണം നടത്തുമെന്ന് ഞാൻ ഇങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ എങ്ങനെ എന്താവും തീരുമെന്നൊക്കെ അറിയത്തില്ലാതെ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് നടക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ പോലും വന്നേ. ദൈവാധീനം പോലെയാണ്. ഇതേ ഉദയഭാനു സാറിനെ ഞാനപ്പോ കാണാനായിട്ട് ഇടയായെന്ന് പറയാം. ഇത് കേട്ടതും ഉദയഭാനു പറഞ്ഞു, എല്ലാം ഒരു ദൈവനിയോഗ ബാല. ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടായിരിക്കും ആ സമയത്ത് ബാലൻ ഇങ്ങോട്ട് വന്നു ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് വന്ന് കണ്ടുമുട്ടിയതല്ല. അപ്പൊ ഈ കല്യാണം നടക്കേണ്ടതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ രണ്ട് ദിക്കി കിടക്കുന്ന നമ്മള് ഇങ്ങനെ കണ്ടുമുട്ടത്തില്ലോ എന്ന് പറയണം. ബാലൻ പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. അല്ല, സാറിന്റെ മോൾക്ക് എൻ്റെ മോനെ ഇഷ്ടപ്പെടുവോ? അതൊന്നും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ആദ്യം ഒന്ന് പെണ്ണിനെ ചെറുക്കനെ അവർ തമ്മിലൊന്ന് കാണട്ടെ എന്ന് പറയാണ്. എന്നാ ശരി, അതാ പിന്നെ പെണ്ണിന്റെ ഫോട്ടോ വേണം. ഒരു കാര്യം ചെയ്യാം, ബാലന്റെ നമ്പറിലേക്ക് ഞാൻ ഇട്ടുതരാം എന്ന് പറയണം. അത് ശരി. അപ്പൊ സാറിന്റെ നമ്പറിലേക്ക് ആനന്ദിന്റെ ഫോട്ടോ ഞാൻ ഇട്ടാന്നേക്കാറ് പറയാണ്. അവർ തമ്മിൽ ഒന്ന് കാണട്ടെ എന്ന് പറയണം. പിന്നീട് ബാലന് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. അങ്ങനെ പരസ്പരം ഇഷ്ടപ്പെടുവാണെങ്കിൽ പിന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ഞങ്ങൾക്ക് എപ്പോഴാണെങ്കിലും സമ്മതക്കുറവൊന്നുമില്ല എന്ന് ഉദയഭാനു സാറ് പറയാം. കാരണം ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പം വേണം കല്യാണം നടത്താനായിട്ട് അവർ റെഡിയാ. ഇനിയിപ്പം ബാലനും ബാലന്റെ വീട്ടുകാർക്കും മാത്രം സമ്മതമായാൽ മതി എന്നൊക്കെ പറയാം. എന്നാ ശരി സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിരിയാണ്. വീട്ടിലേക്ക് ബാലൻ വരുവാണ്. ബാലന് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. വന്ന് കയറിയതേ ഗോമതിനെ വിളിച്ചോണ്ട് അകത്തേക്ക് വരുന്നേ. എന്താ ബാലേട്ടാ, എന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ? അല്ല, ഇപ്പൊ എങ്ങനെ സന്തോഷിക്കാതിരിക്കുന്നു പറ. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലേക്ക് പോയതോടുകൂടി എനിക്കൊരു കാര്യം ഉറപ്പായി. ഇത്ര നാളും എനിക്ക് ദൈവത്തിലൊന്നും അത്ര വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് വിശ്വാസമായെന്ന് പറയാ. ബാലേട്ടൻ കാര്യം എന്താന്ന് പറ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഉദയഭാനു സാറിനെ കണ്ടതോട് കൂടിയിട്ട് നമുക്ക് എന്തോ ഒരു നല്ല കാലം വരാൻ പോകുന്നു. അപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചെന്ന് പറയാ. എന്ത്? അല്ല, അത് പിന്നെ ഉണ്ടല്ലോ, ഇന്ന് സാർ ക്ഷേത്രത്തിൽ നിന്ന് എന്തിനാണെന്നറിയോ? സാറിന്റെ മോളുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് പറയാനായിട്ടാ. നമ്മുടെ ആനന്ദിന് ഒന്ന് ആലോചിച്ചാലോന്ന്. ഇത് കേട്ടതും ഗോമതി നെഞ്ചത്ത് കഴിച്ചേ, എന്റെ ഭഗവാനെ, ആനന്ദിന് വേണ്ട. അതെ, ഇങ്ങോട്ട് പറഞ്ഞ കാര്യ. ഈ സമയത്ത് അങ്ങോട്ട് ആകാശും ധർമ്മവർ എല്ലാരും കൂടെ അങ്ങോട്ട് വരികയാണ്. ആനന്ദും അങ്ങോട്ട് വന്നു. എന്താ എന്താ കാര്യം ചോദിക്കാം. ഞാൻ പറഞ്ഞില്ലേ ഒരു ഉദയഭാനു സാറിന്റെ കാര്യം. അപ്പൊ സാറിന്റെ മോളുണ്ട് ശ്രീവിദ്യ. അപ്പൊ ശ്രീവിദ്യനെ നിനക്ക് ആലോചിച്ചാണെന്ന് ഉദയഭാനു സാറ് പറഞ്ഞു പറയാം. ഇത് കേട്ടത് ആനന്ദ് പറഞ്ഞേ, വേണ്ട വേണ്ട, അതൊന്നും ശരിയാത്തില്ലെന്ന് പറയാം. ദേ ആനന്ദേ, വെറുതെ നീ ഇനി വാശി പിടിക്കരുത്. ദേ അറിയാലോ, ഈ കല്യാണം കൂടെ നടന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നീ എന്താ പറഞ്ഞേ? ഇനി വരുന്ന ആലോചനയ്ക്ക് സമ്മതിക്കുമെന്ന് പറഞ്ഞ ഈ കല്യാണങ്ങൾ നടന്നില്ലെങ്കിൽ എന്റെ തനി സ്വരൂപം നീ അറിയൂന്ന് പറയാം. അച്ഛൻ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കാം. കൂടുതൽ നീ ഒന്നും പറയണ്ട. പറഞ്ഞു കേട്ടല്ലോ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി എന്നോട് കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാം. അച്ഛൻ ഞാൻ പറയുന്നൊന്ന് കേട്ട് ഒന്നും പറയണ്ട. അപ്പോഴേക്കും ബാലന്റെ വാട്സപ്പിലേക്ക് ആ ഒരു ഫോട്ടോ വരുവാണ്. ബാലൻ ഫോട്ടോ എടുത്ത് നോക്കി. പെൺകുട്ടിയുടെ ഫോട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, ഇഷ്ടപ്പെട്ടു. പിന്നീട് ഗോമതിയോട് പറഞ്ഞു, ഇതേ ഗോമതി, ഇങ്ങ് നോക്ക്, ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഏതാന്ന് പറയണേ. ഇവന്റെ ഒരു ഫോട്ടോയും കൂടെ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ബാലൻ എന്ത് ചെയ്യുകയാണ്, ആ ഫോട്ടോ എല്ലാവരും കാണിക്കുക. അപ്പത്തേനും മീനാക്ഷി ഓടി വന്നു. അവരെല്ലാം മാറി മാറിയ ഫോട്ടോ നോക്കുക. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ആനന്ദ് മാത്രം നോക്കാൻ കൂട്ടാക്കില്ല. ആനന്ദിനോട് ധർമ്മം പറഞ്ഞു, ദേ ആനന്ദേ, വെറുതെ നീ വലിയ ആള് കളിച്ചിരിക്കാതെ വേണം ഫോട്ടോ നോക്കാൻ പറയണം. പിന്നെ കണ്ടില്ല കേട്ടതൊന്നും പറയണ്ട, ഞങ്ങൾ ഇതങ്ങോട്ട് ഉറപ്പിക്കൂന്ന് പറയണം. പെട്ടെന്ന് ആനന്ദ് പറഞ്ഞു, എല്ലാവരുടെയും ഇഷ്ടം എന്താന്ന് വെച്ചാൽ അതങ്ങോട്ട് ചെയ്തു. ഇനി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ലെന്ന് പറയണം. ഏത് വേണേലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കാണുകയോ വേണ്ട, ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ആനന്ദ് അങ്ങോട്ട് കയറി പോവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മം പറഞ്ഞു, അളിയിലൊന്നും കാര്യാക്കണ്ട. എന്തായാലും അടുത്ത ദിവസം തന്നെ പെണ്ണ് കാണാൻ ചെല്ലാന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി. ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാന്ന് പറയണം. ബാലന് അതിൽ പരവും സന്തോഷം വേറെ ഇല്ലായിരുന്നു. കാരണം കുറെ കാലത്തിന് ശേഷം ഇങ്ങനെ സന്തോഷം ഉണ്ടാകുന്നത്. പെണ്ണിന് ഗോമതി പറഞ്ഞു, അല്ല ആരിനോട് ഈ കാര്യങ്ങളൊക്കെ പറയണ്ടേന്ന് ചോദിക്കാം. എന്തിനാ അവനോട് എന്തിനാ പറയണേ? അല്ല ബാലേട്ടാ, അത് പിന്നെ ആരും നമ്മുടെ മോനല്ലേ? ആണോ?
അത് അവനും കൂടെ ഒന്ന് തോന്നണ്ടേ. അവനാണെങ്കിൽ സ്വന്തം ഇഷ്ടപ്പെടാൻ തോന്നിയാസം പോയവനല്ലേ. എന്നിട്ട് ഇനി നമ്മുടെ മോനാന് പോലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറയാ. അല്ല ബാലേട്ടാ, ദേ അവനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ എങ്ങനെയാ കല്യാണം നടത്തുന്നതെന്ന്. വിളിച്ചിറക്കി കൊണ്ടുപോയി ആരുടെ സമ്മതം ഇല്ലാതെ കല്യാണം നടക്കുന്നതാണോ, അതോ ഒരു വീട്ടിൽ നല്ല നാലാൾ അറിഞ്ഞ് അച്ഛനും അമ്മയുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് കല്യാണം നടക്കുന്നത് എങ്ങനെയാ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവനെ. അധികം വൈകാതെ തന്നെ കാണും. ആനന്ദിന്റെ വിവാഹം നടക്കട്ടെ എന്ന് പറയാണ്. ഈ സമയം ആകാശം അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആകാശിനും വല്ലാത്തൊരു ടെൻഷനായിരുന്നു. കാരണം തന്നെയും കൂടെ കൂടിയിട്ടാണല്ലോ പറഞ്ഞത്. എന്നാലും ആനന്ദേട്ടന്റെ വിവാഹം നടക്കട്ടെ, എന്നാൽ മാത്രമേ തനിക്കും മീനാക്ഷിക്കും സ്വസ്ഥതയോടെ ഒരു ജീവിതം ഉണ്ടാകത്തുള്ളൂ. ആ ഒരു സന്തോഷം ആകാശിന്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. അങ്ങനെ അതിനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. പിറ്റേ ദിവസം മീനാക്ഷി പതിവ് പോലെ ഓഫീസിലേക്ക് ചെല്ലുവാണ്. ഓഫീസിലേക്ക് ചെന്നിപ്പം മീനാക്ഷിക്ക് ആപ്പാ ടെൻഷനാ. കാരണം ആ ഫയലിന് ഇതുവരെയായിട്ട് എവിടെ പോയി എന്ത് പോയെന്ന് എങ്ങോട്ട് പോയെന്നും അറിയത്തില്ല. മീനാക്ഷി ടെൻഷനോടെ ചെന്ന് കഴിയുമ്പോഴത്തേനും വീണ മാഡം അങ്ങോട്ട് വന്നു. മാഡം എന്നിട്ട് ചോദിച്ചു, മീനാക്ഷി ഫയലൊക്കെ റെഡിയായെന്ന് ചോദിക്കുക. എനിക്കറിയത്തില്ല മാഡം, അത് എവിടെ പോയെന്ന് പോലും അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ എന്തോ ഒരു ചതിയുണ്ട്. എനിക്ക് തോന്നേ ആ രഞ്ജിനിയായിരിക്കും ഇതിന് പിന്നില്. അവളായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത്. അല്ല മാഡം അല്ല പറഞ്ഞ അവൾക്ക് എന്നോടൊരു ദേഷ്യമുണ്ടെന്ന്. മിക്കവാറും അവളായിരിക്കും ഫയൽ അടിച്ചു മാറ്റിയെന്ന് പറയാം. അല്ല അങ്ങനെയൊക്കെ വരുമോ? അങ്ങനെ വരുമോന്നോ? കൗൺസിലർ വരുമ്പോഴത്തേനും എനിക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള മിക്കവാറും എന്നെ എടുത്തിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് അവൾ മനഃപൂർവ്വം കാണിച്ചിരിക്കുന്ന പരിപാടിയായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ വീണാമ്പടം പറഞ്ഞ് ആളൊരു ചൂടാ. എങ്ങാനും വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം മാഡം, അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന. പക്ഷെ അതിന്റെ ടെൻഷനുണ്ട്. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ഇതിന്റെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.